എല്ലാവർക്കും നമസ്കാരം. ഊരാൻ കുടുക്കൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമുക്ക് കഴിഞ്ഞ ആഴ്ചയിലെ മുട്ട പ്രശ്നം ഒന്ന് പരിഹരിക്കുന്നത് എങ്ങനെ എന്ന് നോക്കാം. എൻ്റെ കയ്യിൽ 2 മുട്ടയുണ്ട്. ഇതിലൊന്ന് പച്ചയും ഒന്ന് പുഴുങ്ങിയതുമാണ്. ഇത് നമ്മുടെ പല കൂട്ടുകാരും ഇതിൻ്റെ ഉത്തരം അറിയിച്ചിരുന്നു. നമുക്കൊന്ന് നോക്കാം. ഈ മുട്ട ഞാനൊന്ന് കറക്കി നോക്കുകയാണ്. എത്ര വേഗതയിലാണത് കറങ്ങുന്നതെന്ന് നോക്കൂ. അതേസമയം ഞാൻ ഈ മുട്ട കറക്കാൻ ശ്രമിക്കുകയാണ്. അതുപോലെ കറങ്ങുന്നില്ല. അത്രയും സ്പീഡിൽ കറങ്ങുന്നില്ല. പെട്ടെന്ന് നിൽക്കുകയും ചെയ്യുന്നു. ഇതാണെങ്കിൽ കറക്കിയിട്ടാൽ കുറേ അധികം നേരം കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഇനി മറ്റൊരു പ്രത്യേകത കൂടി നമുക്ക് നോക്കാം. ഇത് കറക്കി വിട്ട് പിടിച്ച് നിർത്തിക്കഴിഞ്ഞാൽ അപ്പോഴേ നിൽക്കും. അതേസമയം ഇത് നോക്കൂ. വീണ്ടും ഒന്നുകൂടി കറങ്ങുന്നത് കണ്ടോ? അത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ പിടിച്ചു നിർത്തി വീണ്ടും വിട്ടാൽ വീണ്ടും ഒന്നുകൂടി കറങ്ങും. അതേസമയം ഇതാണെങ്കിലോ, പിടിച്ചു നിർത്തിയാൽ അത് അവിടെ തന്നെ നിൽക്കും എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കും ഇതിങ്ങനെ സംഭവിക്കുന്നത്? പുഴുങ്ങിയ മുട്ട പുഴുങ്ങിക്കഴിയുമ്പോൾ ഇത് തോടും അതിനുള്ളിലുള്ള ദ്രാവകങ്ങളും ഒക്കെ ഒന്നായിട്ട് മാറുന്നു. അതുകൊണ്ടാണിത് ആദ്യം കറക്കിയപ്പോൾ പൂർണ്ണമായിട്ടും അത് കറങ്ങുന്നത്. ഒരു ഒറ്റ വസ്തുവാണ്. പക്ഷേ പച്ചമുട്ട അങ്ങനെയല്ല. പച്ചമുട്ട ഇതിനുള്ളിൽ ദ്രാവക രൂപത്തിലുള്ള, കുറച്ചും കൂടെ കട്ടിയായിട്ടുള്ള ദ്രാവക രൂപത്തിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മുട്ടയിൽ പിടിച്ച് കറക്കുമ്പോൾ ഇനർഷ്യ നമ്മൾക്ക് അറിയാവുന്നതാണ്. ജഡത്വം എന്ന് പറയുന്നത്. നമ്മൾ മുട്ടയുടെ പുറന്തോട് മാത്രമേ പിടിച്ച് കറക്കുന്നുള്ളൂ. അകത്തുള്ള ദ്രാവകം കറങ്ങാൻ കൂട്ടാക്കില്ല. അത് അവിടെ തന്നെ നിൽക്കാൻ ശ്രമിക്കും ഇനർഷ്യ മൂലം. അതുകൊണ്ടാണ് അത് കറങ്ങാൻ വളരെ പ്രയാസപ്പെട്ടത്. ഇനർഷ്യ കൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ പ്രശ്നവും നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ, പുഴുങ്ങിയ മുട്ട കറക്കി വിട്ടിട്ട് പിടിച്ചു നിർത്തുമ്പോൾ അത് അവിടെ തന്നെ നിൽക്കും. കാര്യം പിന്നീട് അതിൻ്റെ ഒരു ചലനമില്ല. ചലനം പൂർണ്ണമായിട്ടും നമ്മൾ നിശ്ചലമാക്കി. അതേസമയം പച്ചമുട്ടയാണെങ്കിൽ നമ്മൾ കറക്കി വിട്ടതിന് ശേഷം വീണ്ടും അതിനെ പിടിച്ചു നിർത്തുന്ന സമയത്ത് അകത്തുള്ള ദ്രാവകം കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പുറന്തോട് പിടിച്ചു നിർത്തിയാലും എന്നിട്ട് വീണ്ടും കൈയെടുക്കുമ്പോൾ മുട്ട വീണ്ടും ഒന്നുകൂടി കറങ്ങാൻ ശ്രമിക്കുന്നത്. അത് അകത്തുള്ള ദ്രാവകം കറങ്ങി തീർന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ബോധ്യമായോ? ഇനി മറ്റൊരു മാർഗം കൂടിയുണ്ട് കേട്ടോ. നിങ്ങൾ മുട്ടക്കടകളിൽ, മുട്ട വിൽപ്പന നടത്തുന്ന കടകളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ പലപ്പോഴും ഈ മുട്ട എടുത്തിട്ട് ഈ വെളിയിലേക്ക് നല്ല പ്രകാശമുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ വെച്ച് നോക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഇതുപോലെ വെച്ച് ഇങ്ങനെ കറക്കി നോക്കും. എന്തിനു വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ നോക്കുന്നത്? അതിൽ ചീഞ്ഞ മുട്ടയുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ചീഞ്ഞ മുട്ടയാണെങ്കിൽ അത് കളർ വ്യത്യാസം ഉണ്ടാകും. എന്താണെന്ന് വെച്ചാൽ ഇതിനുള്ളിലുള്ള ദ്രാവകം നമുക്കറിയാം ട്രാൻസ്ഡ്യൂസൻ്റ് ആണ്. അർത്ഥധാര്യമായ ഒരു വസ്തുവാണ് ഇതിനുള്ളിലുള്ളത്. അപ്പോൾ വളരെ ചെറിയ അളവിൽ പ്രകാശത്തെ കടത്തിവിടും. ആ പരീക്ഷണം നമുക്ക് വീണ്ടും ഒന്ന് ചെയ്തു നോക്കിയാലും നമുക്ക് അത് പച്ചയാണോ പുഴുങ്ങിയാണോ എന്ന് നമുക്കറിയാൻ പറ്റും. നോക്കൂ. ഇതിപ്പോൾ ഞാനൊരു ഫോണിൻ്റെ ടോർച്ച് വലിച്ചിട്ട് ഇതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എന്താ കാണുന്നത്? നല്ല ഗ്ലോ ആയിട്ട് കാണുന്നു. അതിനുള്ള മഞ്ഞ കരുവിൻ്റെ കൂടി അതിൽ കൂടി പ്രകാശം പുറത്തേക്ക് വരുമ്പോൾ കാണുന്നതാണ്. അതേസമയം പുഴുങ്ങിയ മുട്ടയാണെങ്കിൽ അതിൽ കൂടി അത് ട്രാൻസ്ലൂസൻ്റ് അല്ല, അത് ഒപ്പേക്കായി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇനി മുട്ട കയ്യിൽ കിട്ടുമ്പോൾ പുഴുങ്ങിയതാണോ പച്ചയാണോ എന്ന് ഉടച്ചു നോക്കാതെ തന്നെ നമുക്കറിയാൻ കഴിയുമല്ലോ. ഇനി ഇന്നത്തെ ഊരാൻ കുടുക്ക് എന്താണെന്ന് നോക്കാം. ഒരേപോലുള്ള 2 ഗ്ലാസ് എടുക്കുക. അത് നിറയെ വെള്ളം എടുക്കണം. 2 ഗ്ലാസ് നിറയെ വെള്ളം എടുക്കണം. അതൊരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഈ 2 ഗ്ലാസും കൂടെ വാവട്ടങ്ങൾ ചേർത്ത് പുറത്തേക്ക് എടുക്കുന്നു. ഇപ്പോൾ ഇങ്ങനെയാണ് 2 ഗ്ലാസ് വെള്ളം. യഥാർത്ഥത്തിൽ ഇത് നമ്മൾ മറ്റൊരാളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ആദ്യം ചോദിക്കേണ്ടത്, ഞാൻ 2 ഗ്ലാസ് വെള്ളം നിങ്ങൾക്ക് തരാം,
നിങ്ങൾക്ക് ഒരു തുള്ളി പോലും കളയാതെ കുടിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് വേണമെങ്കിൽ ചലഞ്ച് ചെയ്യാം. അത്തരത്തിൽ നമുക്ക് ഇതുപോലെ 2 ഗ്ലാസ് പറഞ്ഞതിന് ശേഷം മാത്രമേ ഈ വെള്ളം കൊടുക്കാൻ പാടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ആദ്യമേ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടൂലല്ലോ, കളഞ്ഞു പോകുമെന്ന് കരുതുക. അപ്പം നമ്മൾ ചലഞ്ച് ചെയ്യുന്നു, 2 ഗ്ലാസ് വെള്ളം കുടിക്കാമോ? കുടിക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതുപോലെ 2 ഗ്ലാസ് വെള്ളം നിറയെ കൊടുക്കുന്നു. ഇതിൽ നിന്ന് ഒരു തുള്ളി പോലും കളയാതെ കുടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഊരാൻ കൊടുക്കുക. ശ്രമിച്ച് നോക്കി കണ്ടുപിടിക്കും.